നമ്മൾ ഈ സെക്ഷനിൽ RISനെ യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒരു കമ്പനിയിൽ ഒരു 100 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ മെയിനായ വർക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാ കമ്പ്യൂട്ടറിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യണം. യൂസർക്ക് എന്തൊക്കെ ആപ്ലിക്കേഷനാണ് ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ലോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് യൂസർക്ക് വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വലിയ വർക്കാണ്. ആ വർക്കിനെ സിമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2003 സെർവറിൽ RIS എന്നൊരു സർവീസ് ഉണ്ട്. നമ്മൾ ഈ സർവീസ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. RISനെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക, RIS യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഏത് ഓപ്ഷൻ ഏത് ചുറ്റുപാടിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് അറിയണം. ഒരു കമ്പനിയിൽ 5 or 10 കമ്പ്യൂട്ടർ മാത്രം ഉണ്ടെങ്കിൽ ഓരോ കമ്പ്യൂട്ടറിലും CDനെ യൂസ് ചെയ്തിട്ട് OSനെ ലോഡ് ചെയ്യുക. ലോഡ് ചെയ്ത് പിന്നെ ഏതൊക്കെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻ വേണോ ആപ്ലിക്കേഷനൊക്കെ ലോഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഈ വർക്ക് വളരെ സമയമെടുക്കും. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 30 minutes സമയം എടുക്കുള്ളൂ. പക്ഷേ ആപ്ലിക്കേഷൻ അങ്ങനെയല്ല. ഒരു യൂസർ വേർഡ്, MS ഓഫീസ്, ഫോട്ടോഷോപ്പ് വേണമെന്ന് പറയും. വേറെ ഒരു യൂസർ ടാലി, .NET ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ ഒക്കെ വേണമെന്ന് പറയും. അപ്പൊ ഓരോ കമ്പ്യൂട്ടറിലും എന്തൊക്കെ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യണോ ആ ആപ്ലിക്കേഷനൊക്കെ ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് മണിക്കൂർ സമയമെടുക്കും. ഈ ഓപ്ഷൻ നമുക്ക് ഒരു 5 or 10 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇത് തന്നെ കമ്പ്യൂട്ടറിന്റെ എണ്ണം അധികമായാൽ നമ്മൾ ഒരു കമ്പ്യൂട്ടറിന് ഫയൽ സെർവറായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഫയൽ സെർവറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ CD അപ്ലിക്കേഷൻസ് എല്ലാം സേവ് ചെയ്ത് വെക്കും. അതായത് സോഴ്സിന് സേവ് ചെയ്യും. എന്നിട്ട് ഓരോ കമ്പ്യൂട്ടറിനും നെറ്റ്വർക്ക് ബൂട്ടബിൾ CDനെ യൂസ് ചെയ്തിട്ട് ബൂട്ട് ചെയ്യും. ബൂട്ട് ചെയ്തിട്ട് നെറ്റ്വർക്ക് വഴി നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. നിങ്ങൾ ഈ ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിലും ഓരോ കമ്പ്യൂട്ടറിനും നിങ്ങൾ ബൂട്ടബിൾ CDനെ യൂസ് ചെയ്തിട്ട് വേണം കമ്പ്യൂട്ടറിനെ ബൂട്ട് ചെയ്യാൻ. ഈ മെത്തേഡിൽ മെയിൻ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ CD ഒക്കെ കൊണ്ടു ചെല്ലേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതും നിങ്ങൾക്ക് കുറെ സമയമെടുക്കും. നിങ്ങളുടെ കമ്പനിയിൽ 2003 സെർവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കമ്പ്യൂട്ടറിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം CDനെ യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രം ലോഡ് ചെയ്യുക. ലോഡ് ചെയ്തിട്ട് 2003 സെർവറിൽ ഗ്രൂപ്പ് പോളിസി ഓബ്ജക്ട് എന്നൊരു ഓബ്ജക്ട് ഉണ്ട്. ഈ ഓബ്ജക്റ്റിനെ യൂസ് ചെയ്തിട്ട് അപ്ലിക്കേഷൻസ് ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് ഈസി ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് ഈ എല്ലാ കമ്പ്യൂട്ടറിലും CDനെ യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഈ 3 കമ്പ്യൂട്ടറിൽ MS ഓഫീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2003 സെർവറിൽ ഗ്രൂപ്പ് പോളിസിയിൽ ഈ 3 കമ്പ്യൂട്ടറിലേക്കും MS ഓഫീസിന് സെൻഡ് ചെയ്യണം എന്ന് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറുകൾ ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് MS ഓഫീസ് ലോഡായി കളയും. അപ്പോൾ വലിയ കമ്പനികളിൽ അപ്ലിക്കേഷൻസ് എപ്പോഴും ഗ്രൂപ്പ് പോളിസിനെ യൂസ് ചെയ്തിട്ടാണ് ലോഡ് ചെയ്യുക. നമ്മൾ ഫ്യൂച്ചറിൽ ഗ്രൂപ്പ് പോളിസിനെ യൂസ് ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് അപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ലോഡ് ചെയ്യുക, തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാക്ടിക്കലിൽ ഗോസ്റ്റിനെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നോക്കി. ഗോസ്റ്റിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ XPനെ ലോഡ് ചെയ്യും. ആവശ്യമുള്ള അപ്ലിക്കേഷനൊക്കെ ലോഡ് ചെയ്തിട്ട് ഇതിന്റെ ഇമേജിനെ ഒരു ഗോസ്റ്റ് സെർവറിൽ സേവ് ചെയ്ത് വെക്കും. ആ സെർവറിൽ നിന്ന് മറ്റുള്ള കമ്പ്യൂട്ടറിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിത്ത് ആപ്ലിക്കേഷൻ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മെത്തേഡിൽ ചില ഡ്രോബാക്സ് ഉണ്ട്. എന്താ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ആപ്ലിക്കേഷനാണോ ഉള്ളത് ആ ആപ്ലിക്കേഷനാണ് എല്ലാ കമ്പ്യൂട്ടറിലേക്കും വരിക. പക്ഷെ കമ്പനിയിൽ ഓരോ കമ്പ്യൂട്ടറിലും വേറെ വേറെ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗോസ്റ്റിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ലാതെ ഈ XP കമ്പ്യൂട്ടറിൽ എന്ത് ഹാർഡ്വെയർ ഉണ്ടോ ആ ഹാർഡ്വെയർ HAL എല്ലാം എല്ലാ കമ്പ്യൂട്ടറിലേക്കും മാച്ച് ആവണം. എന്ന് വെച്ചാൽ എല്ലാ കമ്പ്യൂട്ടറിലും ഹാർഡ്വെയർ ഈക്വൽ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഗോസ്റ്റിനെ യൂസ് ചെയ്യാൻ പറ്റൂ. അതല്ലാതെ ഒவ்வொரு കമ്പ്യൂട്ടറും ഓരോ കമ്പനിയും അതായത് മദർ ബോർഡ് HAL ഒക്കെ ഡിഫറെന്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഗോസ്റ്റിനെ യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ചുറ്റുപാടുകളിൽ നിങ്ങൾ RIS മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഒരു 2003 സെർവറിൽ നമ്മൾ ആക്റ്റീവ് ഡയറക്ടറി DNS ഒക്കെ ലോഡ് ചെയ്യും. ഇതിൽ RIS ലോഡ് ചെയ്യും. RIS ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ CD ആവശ്യമോ ആ CD ഒക്കെ RISന്റെ അകത്ത് കോപ്പി ചെയ്ത് കൊടുക്കും. എന്നിട്ട് കമ്പ്യൂട്ടറിന് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബൂട്ട് ഫ്രം CD-ROM, ബൂട്ട് ഫ്രം ഹാർഡ് ഡിസ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറിലെല്ലാം ബൂട്ട് ഫ്രം നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ബയാസിൽ ബൂട്ട് ഫ്രം നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് ഓൺ ചെയ്താൽ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് നെറ്റ്വർക്കിലെ ലിങ്ക് ആയിട്ട് RIS എന്ന് ലോഡ് ചെയ്തു. ഇതിൽ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ സെയിം ആയിരിക്കണം എന്നുള്ള ആവശ്യമില്ല. അത് മാത്രമല്ലാതെ ഹാർഡ്വെയർസ് ഡിഫറെന്റ് ആയാലും നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ പറ്റും. ഈ RIS മെത്തേഡിലുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഏത് കമ്പ്യൂട്ടറിലും നിങ്ങൾക്ക് CD-ROMന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ബയാസിൽ നെറ്റ്വർക്ക് വഴിയാണ് ബൂട്ടപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രാക്ടിക്കലിൽ RISനെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം.
RIS വഴി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യണമെങ്കിൽ സെർവറിൽ ചില റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ കമ്പനിയിൽ മിനിമം 2000 സെർവർ 2003 സെർവർ യൂസ് ചെയ്യണം. ആ സെർവറിൽ ആക്റ്റീവ് ഡയറക്ടറി റോൾ റൺ ആവണം. ആക്റ്റീവ് ഡയറക്ടറി റോൾ റൺ ആവണമെന്നുണ്ടെങ്കിൽ DNS വേണം എന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാം. നിങ്ങളുടെ കമ്പനിയിൽ DSCP സർവീസും വേണം. നിങ്ങൾ RIS വഴി 2000 സെർവർ 2000 പ്രൊഫഷണൽ 2003 സെർവർ XP പ്രൊഫഷൻ മാത്രമേ ലോഡ് ചെയ്യാൻ പറ്റൂ. XP ഹോം RIS വഴി ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹോം കമ്പ്യൂട്ടർ കമ്പനികളിൽ യൂസ് ചെയ്യാറില്ല. ഈ DSCP സർവീസിന് എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. കാരണം ഫ്യൂച്ചറിൽ DSCP സർവീസിനെ കുറിച്ച് നമ്മളൊരു 5 വീഡിയോ നമ്മൾ നോക്കും. ആ വീഡിയോയിൽ DSCP സെർവറുടെ ഇന്നർ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. ഇപ്പൊ നമ്മൾ RIS ലോഡ് ചെയ്യാൻ DSCPയിൽ മിനിമം എന്ത് കോൺഫിഗറേഷൻ വേണം എന്നുള്ളത് മാത്രം നോക്കാം. അതേപോലെ RIS യൂസ് ചെയ്യണമെങ്കിൽ ക്ലയന്റ് സൈഡും ചില റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാ ക്ലയന്റ് കമ്പ്യൂട്ടറിലും PXE ബൂട്ട് റൂം ഉണ്ടാവണം. അതായത് ബയാസിൽ ബൂട്ട് ഫ്രം നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവണം. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ എല്ലാത്തിലും നിങ്ങൾക്ക് ബൂട്ട് ഫ്രം നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് കാർഡിൽ ബൂട്ട് റൂം ഉണ്ടാവണം. ഈ ബൂട്ട് റൂം ഉണ്ടെങ്കിൽ മാത്രമേ ബയാസിൽ നെറ്റ്വർക്ക് ഓപ്ഷൻ വരുള്ളൂ. കമ്പനിയിൽ 1-2 കമ്പ്യൂട്ടറുകളിൽ ബൂട്ട് ഫ്രം നെറ്റ്വർക്ക് ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2003 RIS സെർവറിൽ ബൂട്ടിംഗ് ഫ്ലാപ്പി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ 1-2 കമ്പ്യൂട്ടറിൽ മാത്രം ഫ്ലാപ്പിനെ യൂസ് ചെയ്തിട്ട് ബൂട്ട് ചെയ്തിട്ട് RIS വഴി നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ലോഡ് ചെയ്യാൻ പറ്റും. RIS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ക്ലയന്റ് കമ്പ്യൂട്ടറിന് ബൂട്ട് ഫ്രം നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ബൂട്ടിംഗ് ചെയ്യാണ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ലിങ്ക് ആവണമെന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിന് IP അഡ്രസ് വേണം. അപ്പൊ കമ്പ്യൂട്ടർ ബൂട്ട് ആയതും DSCP സെർവർ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഒരു ബ്രോഡ്കാസ്റ്റ് അയക്കും. ഈ ബ്രോഡ്കാസ്റ്റ് എല്ലാ കമ്പ്യൂട്ടറിലേക്കും വരും. DSCP സെർവർ മാത്രം റിപ്ലൈ ചെയ്യും. ഞാനാണ് DSCP സെർവർ എന്ന് റിപ്ലൈ ചെയ്യും. അങ്ങനെ റിപ്ലൈ ഈ കമ്പ്യൂട്ടറിന് കിട്ടിയതും എനിക്ക് IP അഡ്രസ് വേണം എന്ന് DSCP സെർവറോട് ചോദിക്കും. DSCP സെർവറുടെ മെയിനായ വർക്ക് കമ്പ്യൂട്ടറിന് ഓട്ടോമാറ്റിക്കായിട്ട് IP സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ഈ DSCP സെർവർ ഈ ക്ലയന്റ് കമ്പ്യൂട്ടറിന് ഒരു IPനെ സെൻഡ് ചെയ്ത് തരും. IPയിൽ IP നമ്പർ, DNS നമ്പർ, ഗേറ്റ്വേ നമ്പർ, അത് മാത്രമല്ലാതെ RIS സെർവർ ഏത് കമ്പ്യൂട്ടറിലാണ് റൺ ആവുന്നത് എന്നുള്ള ഡീറ്റെയിലും ക്ലയന്റിന് അയക്കും. ഇപ്പൊ ക്ലയന്റിന് RIS സെർവർ എവിടെയാണ് റൺ ആവുന്നത് എന്നുള്ള ഡീറ്റെയിൽ അറിയാം. അപ്പൊ ക്ലയന്റ് RIS സെർവറിനെ കോൺടാക്ട് ചെയ്തിട്ട് മിനിമം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലോഡ് ചെയ്യും. മിനിമം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആയതും നിങ്ങൾക്ക് ഇവിടെ ഒരു മെനു കാണിക്കും. എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ക്ലയന്റിൽ ലോഡ് ചെയ്യാൻ പോണത് എന്ന് ചോദിക്കും. കാരണം നമ്മൾ ഈ RIS സെർവറിൽ XPന്റെ CD, 2000ന്റെ CD, 2003 സെർവറിന്റെ CD ഒക്കെ കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യണം എന്നുള്ള മെനുവിനെ സെലക്ട് ചെയ്തതും അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് ചോദിക്കും. കമ്പനി ലെവലിൽ RIS എന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ അഡ്മിനിസ്ട്രേറ്ററിന് മാത്രമേ പവർ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ അഡ്മിനിസ്ട്രേറ്ററുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യും. ഈ അഡ്മിനിസ്ട്രേറ്ററുടെ യൂസർ നെയിമും പാസ്വേഡും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ഡയറക്ടറി ഉണ്ടായാലേ ചെക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ ആക്റ്റീവ് ഡയറക്ടറിയും DNSുമാണ്. നമ്മളുടെ പാസ്വേഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞതും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടുന്ന് ലോഡ് ചെയ്യാൻ തുടങ്ങും. സാധാരണ ഫയൽ ട്രാൻസ്ഫറിന് FTP എന്നുള്ള സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുക. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിൽ നമുക്ക് യൂസർ നെയിം, പാസ്വേഡ്, ഇങ്ങനത്തെ സെക്യൂരിറ്റി ചെക്കിങ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ FTP യൂസ് ചെയ്യാറില്ല. TFTP എന്നുള്ള സർവീസാണ് യൂസ് ചെയ്യുന്നത്. TFTP എന്ന് പറയുന്നത് ട്രൈബൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നുള്ളതാണ്. ഈ പ്രോട്ടോകോളിനെ യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് ആ CDയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ നിങ്ങൾക്ക് ക്ലയന്റിൽ ലോഡ് ആവും. ഇതിൽ സിംഗിൾ ഇൻസ്റ്റന്റ് സ്റ്റോറേജ് എന്നുള്ള സർവീസ് ഉണ്ട്. ഈ സർവീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ സെർവർ 1 ഡൊമൈൻ കൺട്രോളറിൽ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിൽ ലോഗിൻ ആയിട്ടുണ്ട്. നമ്മൾ ഇതേ കമ്പ്യൂട്ടറിലാണ് ADS, DNS, DSCP, RIS എല്ലാം ലോഡ് ചെയ്യാൻ പോണത്. പക്ഷേ കമ്പനി ലെവലിൽ നിങ്ങൾ DSCP, RIS ഒക്കെ തനിച്ച് കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തോളണം. ഈ കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ട്, അഡ്മിനിസ്ട്രേഷൻ ടൂൾസ്, ആക്റ്റീവ് ഡയറക്ടറി യൂസർ ഉണ്ട് കമ്പ്യൂട്ടർ. ഇതിൽ നോക്കിയാൽ bitnets.com എന്നുള്ള നെയിമിൽ നമ്മൾ ഡൊമൈൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ഡൊമൈൻ റണ്ണിംഗ് കണ്ടീഷനിലുണ്ട്. അടുത്തത് DNS എങ്ങനെയുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യണം. DNS ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഫോർവേഡ് ലുക്കപ്പ് സോണിൽ bitnets.com എന്നുള്ള നെയിമിൽ DNS ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ RIS ലോഡ് ചെയ്യാൻ 2 കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് DSCP സെർവർ ഈ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യണം. DSCP സെർവർ ലോഡ് ചെയ്യുന്നതിന് മുമ്പ്
നമ്മൾ കമ്പ്യൂട്ടറിൽ IP എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നെറ്റ്വർക്ക് പ്ലേസസിന് പ്രോപ്പർട്ടീസിൽ ചെല്ലുക, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പ്രോപ്പർട്ടീസ്. ഇതിൽ TCP/IP പ്രോപ്പർട്ടീസ് 192.168.1.1 എന്ന IP സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ 3 നമ്പറും നെറ്റ്വർക്ക് നമ്പർ, ഇത് കമ്പ്യൂട്ടർ നമ്പർ. സബ്നെറ്റ് മാസ്കിൽ 255.255.255.0, അതായത് സബ്നെറ്റ് മാസ്കിൽ ഈ 3 നമ്പർ നെറ്റ്വർക്ക് നമ്പറാണ്, ഈ ഒരു നമ്പർ കമ്പ്യൂട്ടർ നമ്പർ എന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ DNS നമ്പറിൽ 127.0.0.1 എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ DHCP സെർവർ നിങ്ങൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറിനെ ചേഞ്ച് ചെയ്തിട്ട് കമ്പ്യൂട്ടർ നമ്പറിന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. കാരണം ഇതേ കമ്പ്യൂട്ടറിലാണ് DNS റൺ ആവുന്നത്. അതുകൊണ്ട് 127.0.0.1 എന്നുള്ളത് വർക്ക് ചെയ്യും. പക്ഷേ DHCP സെർവർ ലോഡ് ചെയ്ത പിന്നെ മറ്റുള്ള കമ്പ്യൂട്ടറുകൾക്ക് IP തരും. ഒരു എക്സാമ്പിളിന് XP കമ്പ്യൂട്ടറിന് IP തരാണെങ്കിൽ കമ്പ്യൂട്ടറിന് IP തരും. DNS നമ്പർ എന്താ തരാന്ന് വെച്ചാൽ ഈ നമ്പറിന് അങ്ങോട്ട് അയക്കും. അപ്പൊ 127.0.0.1 എന്നുള്ള നമ്പറാണ് XP കമ്പ്യൂട്ടറിലേക്ക് DNS വരിക. ഈ 127 എന്ന് പറയുന്നത് ലോക്കൽ കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. അപ്പൊ XP കമ്പ്യൂട്ടർ എന്താ വിചാരിക്കാന്ന് വെച്ചാൽ ലോക്കൽ കമ്പ്യൂട്ടറിലാണ് DNS റൺ ആവുന്നത് എന്ന് വിചാരിക്കും. നമ്മൾ ഈ നമ്പറിന് 192.168.1.1 എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DNS നമ്പർ ക്ലയന്റ് കമ്പ്യൂട്ടറിന് 192.168.1.1 റൺ ആവണം എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് DNS കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ DHCP സെർവർ ലോഡ് ചെയ്യുകയാണെങ്കിൽ ഡൊമൈൻ കൺട്രോളറിൽ 127.0.0.1 എന്നുള്ള നമ്പർ യൂസ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് ഈ കമ്പ്യൂട്ടർ നമ്പർ തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മൾ 192.168.1.1 എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സെലക്ട് ചെയ്യുക, ക്ലോസ്. DHCP സെർവർ ലോഡ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ടിൽ കൺട്രോൾ പാനലിൽ ആഡ് റിമൂവ് പ്രോഗ്രാംസ് സെലക്ട് ചെയ്യാം. ഇതിൽ ആഡ് റിമൂവ് വിൻഡോസ് കോമ്പണന്റിന് ക്ലിക്ക് ചെയ്യണം. നെറ്റ്വർക്ക് സർവീസസിൽ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസിലേക്ക് ചെല്ലാം. ഇവിടെ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോളിനെ ടിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് 2000 സെർവറുടെ CD-നെ കമ്പ്യൂട്ടറിൽ ഇൻസർട്ട് ചെയ്യണം. കാരണം DHCP സെർവറിന് ആവശ്യമുള്ള ഫയൽസ് ഒക്കെ 2003 സെർവർ CD-ൽ ഉണ്ടാവും. നമ്മൾ കമ്പ്യൂട്ടറിൽ 2003 സെർവർ CD ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ DHCP സെർവർ ലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ മാത്രമാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ലോഡായ പിന്നെ DHCP-നെ കോൺഫിഗർ ചെയ്യണം. സോഫ്റ്റ്വെയർ ലോഡായി കഴിഞ്ഞു, നമ്മൾ ഫിനിഷ് ക്ലിക്ക് ചെയ്യണം. ആഡ് റിമൂവ് പ്രോഗ്രാമിനെ ക്ലോസ് ചെയ്യാം. സ്റ്റാർട്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസിൽ DHCP ബിറ്റ്നെറ്റ്സ് -server 1 എന്നുള്ള കമ്പ്യൂട്ടറിലാണ് DHCP റൺ ആവുന്നത്. ഡൊമൈൻ്റെ നെയിം bitnets.com. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ റെഡ് സിമ്പിൾ ഉണ്ടാവും. നമ്മൾ ഇനി കോൺഫിഗർ ചെയ്തിട്ടില്ല. കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിറ്റ്നെറ്റ്സിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സ്കൂപ്പ്, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ സ്കൂപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സെർവർ ഉണ്ട്, ക്ലയന്റ് കമ്പ്യൂട്ടർ കുറേ ഉണ്ട്. ഈ ക്ലയന്റ് കമ്പ്യൂട്ടറിന് IP തരുമ്പോൾ ഏത് റേഞ്ചിലാണ് IP തരുന്നത് എന്നുള്ളത് ഈ സ്കൂപ്പിന്റെ അകത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. നമ്മളുടെ കമ്പ്യൂട്ടറിൽ 192.168.1.1 എന്ന നമ്പർ തന്നിട്ടുണ്ട്. ഇതാണ് നെറ്റ്വർക്ക് നമ്പർ. അപ്പൊ നമ്മൾ ക്ലയന്റ് കമ്പ്യൂട്ടറിന് നമ്പർ തരുമ്പോൾ നെറ്റ്വർക്ക് നമ്പർ എല്ലാ ക്ലയന്റ് കമ്പ്യൂട്ടറിലും സെയിം ആയിരിക്കണം. നെറ്റ്വർക്ക് നമ്പർ സെയിം ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നെറ്റ്വർക്കിൽ ലിങ്ക് ആവുള്ളൂ. സാധാരണ സ്കൂപ്പിന് നെയിം തരുമ്പോൾ നമ്മൾ ഏത് നെറ്റ്വർക്കിൽ നിന്നാണ് IP തരാൻ പോണത് എന്നുള്ളതിനെ ഇവിടെ എൻ്റർ ചെയ്താൽ ഫ്യൂച്ചറിൽ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്കൂപ്പിന്റെ നെയിമിന് 192.168.1.0 എന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. അതായത് 192.168.1 എന്നുള്ള നെറ്റ്വർക്കിലാണ് നമ്മൾ നമ്പർ തരാൻ പോണത് എന്നുള്ളതാണ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതും സ്റ്റാർട്ടിംഗ് IP എൻഡ് IP ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യണം. അതായത് 192.168.1.1 നിന്ന് 192.168.1.254 വരെ നമ്പർ തരാം എന്ന് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഈ നമ്പറിന്റെ അകത്ത് ഏതെങ്കിലും ഒരു നമ്പർ ക്ലയന്റിന് തരാം എന്നുള്ളതാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യണത്. 255 ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് നമ്പറും 0 ഫസ്റ്റ് നമ്പറും നമ്മൾ ക്ലയന്റ് കമ്പ്യൂട്ടറിന് തരാൻ പാടില്ല. നമ്മളിവിടെ 192.168.1.1 192.168.1.254 എന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റർ ചെയ്തതും താഴെ നമ്മൾ സബ്നെറ്റ് മാസ്ക് സെറ്റ് ചെയ്യണം. താഴെ സബ്നെറ്റ് മാസ്ക് 255
സബ്നെറ്റ് മാസ്കിൽ ആദ്യത്തെ 3 നമ്പറും നെറ്റ്വർക്ക് നമ്പർ എന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ IP അഡ്രസ് ഓരോ നമ്പറും നമുക്ക് 8 ബിറ്റാണ്. അപ്പോൾ ഇതിൽ 4 നമ്പർ ഉണ്ട്. 4 × 8 32 ബിറ്റാണ്. നമ്മൾ 3 നമ്പർ നെറ്റ്വർക്ക് നമ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 3 × 8 24 ഇതാണ് നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എൻ്റർ ചെയ്യുന്നതിന് സൈഡർ നൊട്ടേഷൻ എന്ന് പറയും. ഇത് രണ്ടും സെയിം തന്നെയാണ്. അതായത് 24 ബിറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നതും 255.255.0 എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് അതായത് ഏത് നമ്പർ തരാൻ പാടില്ല എന്നുള്ളത് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. ജനറലായിട്ട് സെർവറിലെല്ലാം നമ്മൾ മാനുവൽ ആയിട്ടാണ് IP സെറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളിന് നമ്മുടെ സെർവറിൽ ഇപ്പോൾ ADS റൺ ആവുന്നുണ്ട്. ഈ സെർവറിൽ 1.1 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫയൽ സെർവർ, പ്രിന്റ് സെർവർ ഇങ്ങനത്തെ സെർവറിലെല്ലാം നമ്മൾ മാനുവലായിട്ട് 1.2 1.3 അങ്ങനെ സെറ്റ് ചെയ്യും. അതായത് DHCP സെർവറിൽ നിന്ന് IP ആക്സസ് ചെയ്യാൻ അലോ ചെയ്യില്ല. അപ്പോൾ ജനറലായിട്ട് കമ്പനിയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ 1.1 നിന്ന് 1.10 വരെ ഏത് ക്ലയന്റ് കമ്പ്യൂട്ടറിനും തരണ്ട എന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം ഈ നമ്പറൊക്കെ നമ്മൾ മാനുവലായിട്ട് യൂസ് ചെയ്യാൻ പോകണം. ഇത് സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ടിംഗ് നമ്പർ 192.168.1.1, എൻഡ് നമ്പർ 192.168.1.10 ഇതിന് ആഡ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ്, ഒരു ക്ലയന്റ് കമ്പ്യൂട്ടറിന് IP തന്നു കഴിഞ്ഞാൽ ആ ക്ലയന്റ് കമ്പ്യൂട്ടർ ആ IPന് എത്ര ദിവസം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ 8 ഡേയ്സ് എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലയന്റ് കമ്പ്യൂട്ടർ DHCP സെർവറിൽ നിന്ന് IP വാങ്ങിച്ചു കഴിഞ്ഞാൽ 8 ദിവസത്തേക്ക് ആ IPനെ യൂസ് ചെയ്യാൻ പറ്റും. 9ാമത്തെ ദിവസം മാത്രം പുതിയതായിട്ട് IP വാങ്ങിക്കാൻ വന്നാൽ മതി. നമ്മൾ DHCP സെർവറിന്റെ മിനിമം കോൺഫിഗറേഷനാണ് ഇവിടെ നോക്കുന്നത്. DHCP സെർവറിൽ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കത് ഫ്യൂച്ചറിൽ ഒരു 5 വീഡിയോയിൽ നോക്കാം. ഇത് തന്നെ കമ്പനിയിൽ നിങ്ങൾ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 8 ഡേയ്സ് സെറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലാപ്ടോപ്പിന് ഓൺ ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പ് DHCP സെർവറിൽ വന്ന് IP ആക്സസ് ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പിന് 192.168.1.20 എന്നൊരു നമ്പർ തന്നതായിട്ട് കരുതുക. ഈ ലാപ്ടോപ്പിന് അന്ന് വൈകുന്നേരം അവർ റിമൂവ് ചെയ്തിട്ട് പൊക്കളയും വീട്ടിലേക്ക്. അതായത് കമ്പനിയിൽ നിന്ന് ലാപ്ടോപ്പിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷേ DHCP സെർവർ 1.20 ഈ കമ്പ്യൂട്ടർ തന്നിട്ടുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യും. 8 ഡേയ്സിന് ഈ നമ്പറിന് വേറെ യാതൊരു കമ്പ്യൂട്ടറിനും തരില്ല. അപ്പോൾ ഈ നമ്പർ നമുക്ക് ഒരു 7 ദിവസം യൂസ് ഇല്ലാതാവും. അപ്പോൾ ലാപ്ടോപ്പൊക്കെ കമ്പനിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ 1 ഡേ എന്ന് സെറ്റ് ചെയ്താൽ മതി. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. DHCPന്റെ ഓപ്ഷൻസ് ഒക്കെ കോൺഫിഗർ ചെയ്യാൻ പോകുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. നമ്മൾ എസ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. DHCP സെർവർ IP നമ്പർ തരുമ്പോൾ ഒരു ക്ലയന്റിന് IP മാത്രം തരില്ല. സബ്നെറ്റ് മാസ്ക്, DNS നമ്പർ, ഗേറ്റ്വേ എല്ലാ നമ്പറും ചേർത്താണ് തരുന്നത്. നമ്മൾ 1.11 നിന്ന് 1.254 വരെ IP തരാൻ പറഞ്ഞിട്ടുണ്ട്. 255 സബ്നെറ്റ് മാസ്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. DNS ഗേറ്റ്വേ ഒക്കെ എന്താണ് ക്ലയന്റിലേക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. നമ്മളുടെ കമ്പനി ഇന്റർനെറ്റ് ചെല്ലുകയാണെങ്കിൽ ഇന്റർനെറ്റിലേക്ക് ചെല്ലുന്ന റൗട്ടറിനെയാണ് നമ്മളിവിടെ ഗേറ്റ്വേ ആയിട്ട് സെറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റ് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ക്ലയന്റ് കമ്പ്യൂട്ടറിന് ഗേറ്റ്വേ IP ഒന്നും തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളിവിടെ യാതൊരു നമ്പർ എൻ്റർ ചെയ്യാതെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതും ഡൊമൈൻ്റെ നെയിം ചോദിക്കുന്നുണ്ട്. ഡൊമൈൻ്റെ നെയിം bitnets.com. ഏത് കമ്പ്യൂട്ടറിലാണ് ഡൊമൈൻ കൺട്രോളർ റൺ ആവുന്നത്, DNS റൺ ആവുന്നത് എന്നുള്ളത് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. കമ്പ്യൂട്ടറുടെ നെയിം നോക്കാൻ കമാൻഡ് പ്രോംപ്റ്റിൽ ഹോസ്റ്റ് നെയിം എൻ്റർ ചെയ്യുന്നുണ്ട്. ഹോസ്റ്റ് നെയിം എൻ്റർ ചെയ്താൽ കമ്പ്യൂട്ടറുടെ നെയിം നമ്മൾ bitnets-server ഒന്നും തന്നിട്ടുണ്ട്. ഈ നെയിമാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. bitnets-server 1. നമുക്കിവിടെ ഈ bitnets server 1ന്റെ IPനെ മാനുവലായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ താഴെ റിസോൾവ് എന്നൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ bitnets server 1ന്റെ IP എന്താണെന്നുള്ളത് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തിട്ട് സ്വയം ഇവിടെ IPനെ എൻ്റർ ചെയ്തോളും. അതുകൊണ്ട് നമ്മൾ റിസോൾവിനെ സെലക്ട് ചെയ്യണം. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ IP എൻ്റർ ആയി എന്ന് വെച്ചാൽ ഈ IP കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അർത്ഥം. നമ്മളിവിടെ ആഡ് ക്ലിക്ക് ചെയ്യണം. ആഡ് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ്. കമ്പനിയിൽ നമ്മൾ വിൻസ് സെർവർ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വിൻസ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സ്കൂപ്പിനെ ആക്ടിവേറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ സ്കൂപ്പിനെ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ക്ലയന്റ് കമ്പ്യൂട്ടറിന് IPനെ സെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് യെസ് ഐ വാണ്ട് ടു ആക്ടിവേറ്റ് ദി സ്കൂപ്പ് നൗ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഫിനിഷ്. ഇപ്പോൾ സ്കൂപ്പിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ അഡ്രസ് പൂളിൽ 1.1 നിന്ന്
254 വരെ നമ്പർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ ഈ നമ്പർ തരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. 1.1 നിന്ന് 1.10 വരെ IP തരണ്ട, 1.11 നിന്ന് 1.254 വരെ IP തന്നാൽ മതി എന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ സ്കൂപ്പ് ഓപ്ഷനിൽ നോക്കിയാൽ ക്ലയന്റ് കമ്പ്യൂട്ടറിന് DNSന്റെ സെർവറുടെ നമ്പർ 192.168.1.1 സെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗേറ്റ് വേ വിൻസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്ലയന്റ് കമ്പ്യൂട്ടറിൽ ഗേറ്റ് വേ വിൻസ് ഒന്നും സെറ്റ് ആവില്ല. നമുക്ക് DHCP സെർവറുടെ ലോഡിംഗ് വർക്ക് കഴിഞ്ഞു. അടുത്തത് നമ്മൾ RIS ലോഡ് ചെയ്യണം. RIS ലോഡ് ചെയ്യാൻ സ്റ്റാർട്ടിൽ കൺട്രോൾ പാനൽ ആഡ് റിമൂവ് പ്രോഗ്രാംസ്, ഇതിൽ ആഡ് റിമൂവ് വിൻഡോസ് കോമ്പണന്റിൽ RIS എന്നുണ്ടാവും, റിമോട്ട് ഇൻസ്റ്റലേഷൻ സർവീസ്. ഇവിടെ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിൽ ഈ ടിക്കിന് ഓൺ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. RIS ലോഡായി കഴിഞ്ഞു. RIS ലോഡായി കഴിഞ്ഞത് നമ്മൾ ഫിനിഷ് ക്ലിക്ക് ചെയ്യണം. ഫിനിഷ് ക്ലിക്ക് ചെയ്തതും കമ്പ്യൂട്ടറിന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യെസിനെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. നമ്മൾ RIS ലോഡ് ചെയ്ത് പിന്നെ കമ്പ്യൂട്ടറിനെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിൽ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണം. ഇവിടെ നോക്കിയാൽ നമുക്ക് C ഡ്രൈവ് മാത്രമേ ഉള്ളൂ. ഈ C ഡ്രൈവിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ആവുന്നുണ്ട്. ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ RIS ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ RISന്റെ അകത്ത് XPCD 2003 CD ഇതിന്റെ സോഴ്സ് ഒക്കെ കോപ്പി ചെയ്ത് നമ്മൾ കൊടുക്കണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ആവുന്ന ഹാർഡ് ഡിസ്കിൽ ഇങ്ങനെ സോഴ്സിനെ കോപ്പി ചെയ്യാൻ RIS അലോ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടോ ആ പാർട്ടീഷന്റെ അകത്ത് മാത്രമേ ഈ ഇമേജിനൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ആ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ടിൽ മൈ കമ്പ്യൂട്ടർ റൈറ്റ് ക്ലിക്ക് മാനേജ്, ഇതിൽ ഡിസ്ക് മാനേജ്മെന്റ്. നമ്മളടുത്ത് ഒരു ഹാർഡ് ഡിസ്ക് മാത്രമേ ഉള്ളൂ. ആ ഹാർഡ് ഡിസ്ക് 0-ലുണ്ട്. ഈ ഹാർഡ് ഡിസ്കിൽ ഫ്രീ സ്പേസ് ഉണ്ട്, അൺഅലക്കേറ്റഡ് സ്പേസ് ഉണ്ട്. അൺഅലക്കേറ്റഡ് സ്പേസിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പാർട്ടീഷൻ, നെക്സ്റ്റ് പ്രൈമറി പാർട്ടീഷൻ, നെക്സ്റ്റ് ഈ ഡ്രൈവ് ആണ് നമുക്ക് സെറ്റ് ആവുന്നത്. നെക്സ്റ്റ് ഇതിൽ നിങ്ങൾ NTFS ഫോർമാറ്റ് തന്നെ സെലക്ട് ചെയ്യണം. ഇതിൽ ഫാക്ട് ഫോർമാറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫാക്ട് സെലക്ട് ചെയ്താൽ RIS ഇമേജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ NTFS പാർട്ടീഷൻ തന്നെ സെലക്ട് ചെയ്യണം. ഇതിൽ ഫാക്ട് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് സെലക്ട് ചെയ്യാൻ പാടില്ല. പെർഫോം ക്വിക്ക് ഫോർമാറ്റിനെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഫിനിഷ്. C ഡ്രൈവിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ആവുന്നുണ്ട്. നമ്മൾ RISന്റെ സോഴ്സ് ഫയലൊക്കെ കോപ്പി ചെയ്യാൻ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സോഴ്സ് ഒക്കെ കോപ്പി ചെയ്യാൻ എന്നൊരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യാം. നമ്മൾ ഇനി RISനെ കോൺഫിഗർ ചെയ്യണം. അതിന് സ്റ്റാർട്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസിൽ റിമോട്ട് ഇൻസ്റ്റലേഷൻ സർവീസസ് സെറ്റപ്പ് എന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്യണം. അതിനെ ക്ലിക്ക് ചെയ്തതും നിങ്ങൾ RISനെ കോൺഫിഗർ ചെയ്യാൻ പോകണം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡൊമൈൻ റൺ ആവണം, DHCP DNS റൺ ആവണം എന്നുള്ള കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമ്മളുടെ കമ്പ്യൂട്ടറിൽ ആക്റ്റീവ് ഡയറക്ടറി, DNS DHCP എല്ലാം റൺ ആവുന്നുണ്ട്. അതേപോലെ നിങ്ങൾ എന്തൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലോഡ് ചെയ്യണോ സോഴ്സ് CD നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അടുത്തത് ക്ലയന്റ് കമ്പ്യൂട്ടറിൽ PXE ബൂട്ട് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ഈ കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതും റിമോട്ട് ഇൻസ്റ്റലേഷൻ ഫോൾഡർ ഈ ഡ്രൈവിൽ റിമോട്ട് ഇൻസ്റ്റാൾ എന്നുള്ള നെയിമിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവുന്നുണ്ട്. നമ്മുടെ C ഡ്രൈവിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് സെലക്ട് ആവില്ല. നമ്മളടുത്ത് ഒരു എക്സ്ട്രാ പാർട്ടീഷൻ മാത്രമേ ഉള്ളൂ, ഈ ഡ്രൈവ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയി. നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലയന്റ് കമ്പ്യൂട്ടറൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിച്ചാൽ ആ ക്ലയന്റ് കമ്പ്യൂട്ടറിനെ റെസ്പോണ്ട് ചെയ്യണോ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അയക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ RIS ലോഡ് ചെയ്യുന്നത് ക്ലയന്റ് കമ്പ്യൂട്ടറിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് റെസ്പോണ്ട് ടു ക്ലയന്റ് കമ്പ്യൂട്ടർ എന്നുള്ളത് സെലക്ട് ചെയ്യണം. റെസ്പോണ്ട് ടു ക്ലയന്റ് കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ CD ഡ്രൈവ് എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്യണം. നമ്മളുടെ CD ഡ്രൈവ് D ഡ്രൈവിലാണുള്ളത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയി കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോഴ്സിനെ കോപ്പി ചെയ്യുന്ന ഫോൾഡറിന് എന്ത് നെയിമാണ് തരേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ വിൻഡോസ് എന്ന് ഡിഫോൾട്ടിനെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതും നിങ്ങളുടെ D ഡ്രൈവിൽ എന്ത് CD ആണ് ഉള്ളത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ D ഡ്രൈവിൽ ഇപ്പോൾ XPന്റെ CD ആണ് നമ്മൾ ഇൻസർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ക്ലയന്റിലൊക്കെ നമ്മൾ XP ആണ് ലോഡ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് XPന്റെ സോഴ്സിനാണ് RISന്റെ അകത്ത് കോപ്പി ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫിനിഷ് ക്ലിക്ക് ചെയ്യണം. ഫിനിഷ് ക്ലിക്ക് ചെയ്തതും
എക്സ്പിന്റെ സിഡിന്റെ സോഴ്സൊക്കെ അകത്തേക്ക് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കോപ്പി ചെയ്ത് കഴിയാൻ ഒരു 10 നിമിഷം സമയമെടുക്കും. അതുവരെ നമ്മൾ വീഡിയോ പാസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഒരു 10 നിമിഷത്തിൽ സിഡിന്റെ സോഴ്സൊക്കെ അകത്ത് കോപ്പി ആയി കഴിഞ്ഞു. നമുക്ക് ഡൺ ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ടിൽ മൈ കമ്പ്യൂട്ടറിനെ ഓപ്പൺ ചെയ്യണം. അതിൽ ഈ ഡ്രൈവിൽ റിമോട്ട് ഇൻസ്റ്റാൾ എന്നൊരു ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡറിനകത്ത് നമ്മുടെ സിഡിന്റെ കണ്ടന്റൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ RISൽ വല്ല ആൾട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ടൂൾസ് റിമോട്ട് ഇൻസ്റ്റാൾ സെറ്റപ്പിൽ ചെല്ലാൻ പറ്റില്ല. കാരണം ഈ സെറ്റപ്പ് ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്റ്റാർട്ടിംഗ് ടൈമിൽ നിങ്ങൾ RISൽ വല്ല ആൾട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ഡയറക്ടറിനെ ഓപ്പൺ ചെയ്യണം. ആക്റ്റീവ് ഡയറക്ടറി യൂസർ ഉണ്ട് കമ്പ്യൂട്ടറിനെ ഓപ്പൺ ചെയ്യണം. ഇതിൽ ബിറ്റ്നെറ്റ്സിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഡൊമൈൻ കൺട്രോളർ, ബിറ്റ്നെറ്റ്സ് സെർവർ 1ലാണ് നമ്മൾ RIS ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബിറ്റ്നെറ്റ്സ് സെർവർ 1നെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ്, ഇവിടെ റിമോട്ട് ഇൻസ്റ്റാൾ എന്നൊരു പുതിയ ടാബ് വന്നിട്ടുണ്ടാവും. ഈ കമ്പ്യൂട്ടറിൽ RISനെ ലോഡ് ചെയ്തതും ഈ പുതിയ ടാബ് വന്നിട്ടുണ്ടാവും. ഈ ടാബിനെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യമേ റെസ്പോണ്ട് ടു ക്ലയന്റ് കമ്പ്യൂട്ടർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വെരിഫൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ RIS സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. RIS setup/check എന്ന് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഈ വിസാർഡ് ഓപ്പൺ ആവും. ഇതിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. റിമോട്ട് ഇൻസ്റ്റലേഷൻ സർവീസിന് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിനിഷ് ക്ലിക്ക് ചെയ്താൽ RIS സോഫ്റ്റ്വെയറിൽ പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഡൺ ക്ലിക്ക് ചെയ്യുക. ഇത് തന്നെ ഗ്രാഫിക്കലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെരിഫൈ സെർവർ എന്നുള്ള സെലക്ട് ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് സെയിം വിസാർഡാണ് റൺ ആവുന്നത്. ഈ സോഫ്റ്റ്വെയറിൽ ഒരു കാര്യം മാത്രം ഓർമ്മ വേണം. ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ RISന്റെ സോഫ്റ്റ്വെയറിനെ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. നമ്മൾ RISന്റെ അകത്ത് സിഡിയൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ട് എക്സ്പിന്റെ. പക്ഷെ ഈ സിഡിന്റെ കണ്ടന്റ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യില്ല. വെറും RISന്റെ സോഫ്റ്റ്വെയർ മാത്രം ചെക്ക് ചെയ്യും. അതേപോലെ DHCP സെർവർ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നമ്മൾ ഡൺ ക്ലിക്ക് ചെയ്യണം. ഇവിടെ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്നുള്ള ടാബ് ഉണ്ട്. ഇതിൽ ഇമേജസ് സെലക്ട് ചെയ്താൽ നമ്മൾ വിൻഡോസ് XP ഇമേജാണ് അകത്തേക്ക് കോപ്പി ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇപ്പോൾ RIS സെർവർ സൈഡിൽ ചെയ്യേണ്ട വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു പുതിയ ക്ലയന്റിന്, അതായത് പുതിയ കമ്പ്യൂട്ടറിന് ബൂട്ട് ഫ്രം നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്തിട്ട് ഓൺ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ XP കമ്പ്യൂട്ടറിലേക്ക് ചെല്ലണം. നമ്മൾ ഒരു XP പുതിയ കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൺ ചെയ്യുമ്പോൾ ബയാസിൽ ബൂട്ട് ഫ്രം നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് കമ്പ്യൂട്ടർ ബൂട്ടാവുമ്പോൾ F8നെ പ്രസ് ചെയ്തപ്പോൾ ബൂട്ട് മെനു ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഈ ബൂട്ട് മെനുവിൽ നെറ്റ്വർക്ക് ബൂട്ടിനെ സെലക്ട് ചെയ്യണം. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് കാർഡിൽ ബൂട്ട് റൂം എന്നുള്ള ഒരു IC ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ വരുള്ളൂ. ഈ ഓപ്ഷൻ ഒരുപക്ഷെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ RIS സെർവറിൽ ബൂട്ടിംഗ് ഫ്ലാപ്പിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്ലാപ്പി ഇട്ടിട്ട് വേണം ആ കമ്പ്യൂട്ടറിനെ ബൂട്ടപ്പ് ചെയ്യാൻ. നമ്മളിതിനെ സെലക്ട് ചെയ്യണം. ഈ കമ്പ്യൂട്ടർ DHCP സെർവറിനെ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം DHCP സെർവറിനെ കോൺടാക്ട് ചെയ്തിട്ട് IP അഡ്രസ്സ് വാങ്ങിച്ചാൽ മാത്രമേ നെറ്റ്വർക്കിൽ ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇവിടെ GUID എന്നൊരു നമ്പർ ഉണ്ട്. ഈ GUID നമ്പർ നിങ്ങളുടെ നെറ്റ്വർക്ക് കാർഡിലുണ്ടാവും. ഈ നമ്പർ നമ്മൾ ഫ്യൂച്ചർ പ്രാക്ടിക്കലിൽ യൂസ് ചെയ്യും. അപ്പം GUID നമ്പർ ഉണ്ട് എന്നുള്ളത് മാത്രം ഇപ്പോൾ ഓർമ്മയിലുണ്ടായാൽ മതി. ഇപ്പൊ ക്ലയന്റ് കമ്പ്യൂട്ടറിന് 192.168.1.11 എന്നുള്ള IP വന്നിട്ടുണ്ട്. സബ്മിറ്റ് മാസ്ക് വന്നിട്ടുണ്ട്. DHCP സെർവർ 1.1ലാണ് റൺ ആവുന്നത്. അവിടെ നിന്നാണ് ഈ IP നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ F12 എന്നുള്ള കീ പ്രസ് ചെയ്യണം എന്ന് പറയും. നിങ്ങൾക്ക് ഒരു സെക്കൻഡിന്റെ അകത്ത് ഈ F12 എന്നുള്ള കീനെ പ്രസ് ചെയ്താൽ മാത്രമേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ ബൂട്ടാവും. ഹാർഡ് ഡിസ്കിൽ ബൂട്ടാവുമ്പോൾ പുതിയ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഹാർഡ് ഡിസ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. എറർ മെസ്സേജ് മാത്രമേ വരുള്ളൂ. നമ്മൾ ആ ഒരു സെക്കൻഡിൽ F2നെ പ്രസ് ചെയ്യണം. F2നെ പ്രസ് ചെയ്തതും നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇവിടെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്ററുടെ യൂസർ നെയിം എൻ്റർ ചെയ്യണം. അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് ചെല്ലണം. ഇപ്പോൾ ഹാർഡ് ഡിസ്കിലുള്ള ഡേറ്റ മുഴുവനും ഡിലീറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ എൻ്റർ പ്രസ് ചെയ്യണം.
കമ്പ്യൂട്ടറുടെ നെയിം അഡ്മിനിസ്ട്രേറ്റർ 1 എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലയന്റ് കമ്പ്യൂട്ടറിലൊക്കെ നെയിം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ RASൽ അതിന് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഡിഫാൾട്ടിനെ സെലക്ട് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യണം. എൻ്റർ പ്രസ് ചെയ്തതും പുതിയ കമ്പ്യൂട്ടറിൽ OS ലോഡ് ആവാൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രാക്ടിക്കൽ ചെയ്ത പോലെ XPയിൽ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ പ്രോബ്ലം വരും. എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു 160 GB ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ ഈ 160 GBയും C ഡ്രൈവായിട്ട് തന്നെ ക്രിയേറ്റ് ആവും. അതായത് D ഡ്രൈവ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവില്ല. കാരണം ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യില്ല. നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിൽ പാർട്ടീഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ RAS സെർവറിൽ അതിന് കുറച്ച് ആൾട്രേഷനൊക്കെ ചെയ്യണം. അതല്ലാതെ F12നെ പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് 1 സെക്കൻഡ് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഈ F2വിനെ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അതിനും നമുക്ക് RASൽ ആൾട്ടർ ചെയ്യാൻ പറ്റും. നമ്മൾ നെക്സ്റ്റ് പ്രാക്ടിക്കലിൽ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, അതേപോലെ F12 പ്രസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എന്താണ് RASൽ കോൺഫിഗർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. താങ്ക് യു.